ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന മേജർ സ്കിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞിട്ടൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആക്നെ ഉണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ, ഡൾനെസ്, അതുപോലെ തന്നെ ഡ്രൈനെസ്. ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ആക്നേക്ക് വന്നിട്ടുള്ളത് 12%, പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ളത് 66%, ഡൾനെസ്സിന് വന്നത് 80%, ഡ്രൈനെസ്സിന് 4% ആണ്. 50 പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ മേജർ ആളുകളും നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആക്നെയും പിഗ്മെൻറ്റേഷനും ആണ്. അപ്പോൾ അതിൽ താഴെ വന്നിട്ടുള്ള 2 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേജർ പ്രോബ്ലമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റ് അഞ്ജു, അമ്മു, അതുപോലെ തന്നെ ജിഷ് രേണു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഇതെന്ന് പറയുന്നത് ഒരു ഒരു കോമൺ പ്രോബ്ലമാണ്. ഈ ഡാർക്ക് സ്പോട്ട്, ആക്നെ എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സിമ്പിൾ, അതുപോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റൊട്ടീൻ നമുക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി. അതും വെറും 10 ദിവസം ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ആക്നെ മാർക്ക് പോകാനും ആക്നെ കുറയ്ക്കാനും ആക്നെ വരുന്ന ബാക്ടീരിയസിനെയൊക്കെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് കില്ല് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മൊത്തത്തിലൊരു 10 ദിവസം മാത്രം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങളുടെ ഈ ഒരു മേജർ പ്രോബ്ലം, നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം എന്തായാലും സോൾവ് ആവും കേട്ടോ. സോ എന്തൊക്കെയാണ് ആ ഒരു 3 സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. സോ ചാനൽ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ക്ലെൻസറാണ്, ആൻറ്റി ആക്നെ ക്ലെൻസർ, ഒരു ഫേസ് വാഷ് പോലെ അതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കടലമാവും, അതുപോലെ തന്നെ നീം പൗഡറും, റോസ് വാട്ടറും. ആദ്യം വേണ്ടത് കടലമാവാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുക. നമുക്ക് രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നീം പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീം പൗഡർ മാത്രമല്ല, ഇതിൽ ടർമറിക്കും സാൻഡൽവുഡും മുൾട്ടാൻ മിട്ടിയൊക്കെ അടങ്ങിയിട്ടുണ്ട്. നീം പൗഡർ മാത്രമായിട്ട് വാങ്ങാനും കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ വെള്ളം ആഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് റോസ് വാട്ടർ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളൊരു ഫേസ് വാഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി തിക്കല്ലാണ്ട് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് പോലെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടൊന്ന് ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്യാം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് കേട്ടോ. സോ ഇത് ഒരു ഫേസ് ക്ലെൻസറായി, ആൻറ്റി ആക്നെ ക്ലെൻസറായിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒരു ക്ലെൻസറായിട്ടാണ് നിങ്ങളിത് ഉപയോഗിക്കേണ്ടത്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ഫേസ് മാസ്ക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ മസാജ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിമ്പിളാണ്, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് എന്ന് ഭയങ്കര പവർഫുള്ളാണ്. സോ ഇതൊരു ക്ലെൻസറായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നതുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നീം പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു പൗഡർ യൂസ് ചെയ്താലും മതി. നീമിൻ്റെ പൗഡറായിട്ട് മാത്രം ആബ്സ് ഗുഡ്നസിൻ്റെ ഈ ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സാൻഡൽവുഡ്, മുൾട്ടാനി മിട്ടി, നീം, ടർമറിക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഇത് വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ മാത്രം റോസ് വാട്ടർ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രാത്രിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ അത് യൂസ് ചെയ്യുക. 2 നേരം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
സോ ഫേസിൽ കുറച്ച് വെറ്റായിരിക്കും, എന്നിട്ട് വേണം നമ്മളതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചിലപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. സോ ഇത് വേണമെങ്കിൽ ഫേസ് മാസ്ക് ആയിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വയ്ക്കാം. എന്നിട്ട് ഡെയിലി ഇതുപോലെ രാവിലെയും വൈകുന്നേരം നിങ്ങളൊരു ഫേസ് വാഷായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയണം. 10 ദിവസം നമ്മളിത് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിലുള്ള ആക്നെ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറിക്കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കത് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. സോ ഇത് ഒരു 5 മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ, പോളിൽ കൊടുത്ത പോലെ തന്നെ ഡൾനെസ് എന്നൊരു പ്രോബ്ലം കൂടിയുണ്ട്. നമ്മളിത് 10 ഡേയ്സ് നമ്മളിത് ഒരു സ്കിൻ കെയർ റൂട്ടീനായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡൾനെസ് മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡൾനെസ് എന്തായാലും മാറിക്കിട്ടും. അതുപോലെ തന്നെ ആക്നെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവാനും മാറാനാണ് ഇത് മെയിനായിട്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുള്ള ഒരു ഫേസ് മാസ്ക് പോലെ നിങ്ങൾക്ക് ഇടാം കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് സ്റ്റെപ്പ് മെയിനായിട്ട് വേണ്ടത് അലോവേര ജെല്ലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ടീ ട്രീ ഓയിൽ. ഞാൻ ഇതിൽ സോൾഫ്ലവറിൻ്റെ ടീ ട്രീ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അലോവേര ജെല്ല്, പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളുണ്ട്. ഈ കസ്തൂരി മഞ്ഞൾ വേണം, കസ്തൂരി മഞ്ഞൾ എന്തായാലും വേണം കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഈ അലോവേര ജെല്ല് നമുക്ക് കുറച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു 2 ഡ്രോപ്സ് ഈ ഒരു ടീ ട്രീ ഓയിൽ അതിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് പിഞ്ച് ഓഫ് ടേർമറിക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ആക്നെ ഉള്ളത് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മൊത്തത്തിലല്ല, എവിടെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെ മാത്രം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓവർനൈറ്റ് അങ്ങനെ തന്നെ നമ്മളത് അങ്ങനെ വിടുക. അതായത് അങ്ങനെ രാത്രി അത് വെച്ചിട്ട് നമ്മൾ കഴുകി കളയാതെ അങ്ങനെ കിടന്നുറങ്ങുക. രാവിലെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ 10 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആക്നെ മാസ്ക് ഫെയ്ഡ് ആവണം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നുമില്ല, എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ആവാൻ ചിലപ്പോൾ ഫെയ്ഡ് ആവില്ല. സോ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന അലോവേര ജെൽ എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെയാണ് കേട്ടോ. ഇത് ഗുഡ് വൈബ്സിൻ്റെ അലോവേര ജെല്ലാണ്. ഇത് സോൾഫ്ലവറിൻ്റെയാണ് ഈ ഒരു ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ടീ ഐസ് ക്യൂബ് രാവിലെ മോർണിംഗ് നമ്മൾ എണീച്ചിട്ട് ഐസ് ക്യൂബായിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. സോ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ആവാനും ഈ ആക്നെ വരുന്ന ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല സ്കിന്നിൽ ഡൾനെസ് മാറിക്കിട്ടാനും ബ്ലഡ് സർക്കുലേഷൻസ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഗ്രീൻ ടീ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഐസ് ക്യൂബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്രീൻ ടീൻ്റെ മറ്റേ ആ ഒരു പാക്കറ്റില്ലേ, അത് നമ്മൾ കുറച്ച് നേരം 1 കപ്പ് വെള്ളത്തിലോ എത്രയോ പറഞ്ഞാൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണം. അത് തണുത്ത് ആറിയതിന് ശേഷം ഐസിൻ്റെ ആ ഒരു ട്രേയിൽ ഒഴിച്ച് വയ്ക്കുക. നമുക്ക് ആ കുറച്ച് നാളേക്ക് ഉപയോഗിക്കുന്നത് മാത്രം മതി. രാവിലെയും രാത്രിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ അങ്ങനെ വെച്ചതിന് ശേഷം രാവിലെ എണീച്ചിട്ട് ഫേസിൽ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിന് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ അതുപോലെ തന്നെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഈ ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ആക്നെ പിഗ്മെൻറ്റേഷൻ പോലുള്ള ഈ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ആയി കിട്ടും കേട്ടോ. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പലർക്കും വേറെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും. സോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താലാണ് ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.